ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് ജോലിക്ക് പോവാണ്. ഹീസ് എ സീ ഫെയറർ. അപ്പൊ പെട്ടെന്നുള്ള ടിക്കറ്റ് ഇന്നലെയാണ് അയച്ചു തന്നത്. ഇന്ന് ഉച്ചയാകുമ്പോൾ നമുക്ക് ഇറങ്ങണം. ഈ പൊതുവെ സീ ഫെയറേഴ്സിന്റെ ഉള്ള ഒരു പ്രശ്നമാണ് ഇതല്ലേ, പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചിലപ്പോൾ ഇതേപോലെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പെട്ടെന്ന് ടിക്കറ്റ് വരുന്നു, പെട്ടെന്ന് പോവേണ്ടി വരുന്നു. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ കുറച്ച് പെട്ടെന്നായതുകൊണ്ട് കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ കടക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പെട്ടെന്നുള്ളതായതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് പോവാനൊരു മടി, എന്നെ വിട്ട് പോവാനൊരു മടിയല്ലേ ഏട്ടാ? അങ്ങനെ ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്തു, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, കുറച്ച് ഐറ്റംസ് കോപ്പി എടുക്കാനുണ്ടായിരുന്നു, കുറച്ച് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ കോപ്പി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയേക്കുന്നു. ഞാൻ കാറിലിരിക്കുന്നു. അപ്പോൾ കോപ്പിയൊക്കെ എടുത്തിട്ട് ഇതാ എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നു. ഇനി വീട്ടിൽ പോയി എല്ലാം അറേഞ്ച് ചെയ്ത് കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങും. ഉച്ച കഴിയുമ്പോൾ ഇറങ്ങുമല്ലേ ഏട്ടാ? ചുണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്, വിഷമിച്ചു. പാക്ക് ചെയ്യുകയാണ് ഗൈസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലെറ്റർ ഏട്ടന് കൊടുത്തു വിട്ടിരുന്നു. അപ്പോൾ ഏട്ടൻ കാണാതെ ഏട്ടൻ്റെ ഒരു പോക്കറ്റിൽ കൊടുത്തയച്ചിരുന്നു. അത് അവിടെ ചെന്ന് കണ്ട് ഭയങ്കര ഹാപ്പി. ആ ലെറ്റർ ഇപ്പോഴും ഏട്ടൻ്റെ കയ്യിലുണ്ട്. കാണിച്ചു തരാം. ഏട്ടൻ്റെ പേഴ്സാണ്. പേഴ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് ഉമ്മയൊക്കെ ഇട്ട ലെറ്റർ. അതുപോലെ ലെറ്റർ വീണ്ടും എഴുതാം, സർപ്രൈസായിട്ട് വെച്ചു കൊടുക്കാം. അയ്യോ ഡാഡ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോവാൻ, ഷിപ്പിൽ പോവാൻ. നിനക്ക് വിഷമമില്ലേ? എനിക്ക് വിഷമമുള്ളതുകൊണ്ട് നിനക്ക് വിഷമമില്ലേ? നിന്റെ ഡാഡ അല്ലേടാ. ഇപ്പൊ കുഴപ്പമില്ലേ? ഇനി നിന്നെ എവിടെയെങ്കിലും ആര് കൊണ്ടുപോകും? നമ്മളെ വീട്ടിലോട്ട് വരും കേട്ടല്ലേ? അവൻ തിരിച്ചിങ്ങനെ നമ്മളെ വീട്ടിലോട്ട് വരൂല, ജോലിക്ക് പോവേണ് കേട്ടല്ലേ? അങ്ങനെ ഗൈസ്, എൻ്റെ ഏട്ടൻ റെഡിയായി കഴിയാറായി. ഓൾമോസ്റ്റ് റെഡിയായി കഴിയാറായി. പെട്ടിയെല്ലാം പാക്ക് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. ഇനി ഇറങ്ങണം അല്ലേ ഏട്ടാ? സോക്സ് ഏട്ടൻ ഇന്നിട്ട ഷർട്ടിനെയായിട്ട് അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോഴേ ഞാൻ അത് വാഷ് ചെയ്യും. അങ്ങനെയുള്ള എത്ര വൈഫുണ്ട് കമന്റ് ചെയ്യൂ. ഭ്രാന്തുള്ള വൈഫാണ്. അവ ഇനി വരൂല, അവിടെ പിള്ളേരിക്കുകയാണ്. റിലാക്സ് ആണോ?
പോടാ. ദയ്യു ദയ്യു പോണടാ ആടരുടാ. ടാറ്റ. വാങ്ങിച്ചോടി. ഡാഡ ഷിപ്പിൽ പോവേണേ. ഏട്ടാ ജാക്കറ്റാ. മീനെന്നാ അങ്ങനെ ഗൈസ് അന്ന് പോയില്ല ഏട്ടൻ. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് സെയിം ഡ്രസ്സൊക്കെ ഇട്ട് വീണ്ടും റെഡി ആയിരിക്കുകയാണ്. ഇന്ന് പോവാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ബൈ.